കുറേയായി തുണി വെക്കാൻ പോയിട്ട് എല്ലാവരോടും ഞാൻ കച്ചവടം നിർത്തിയതിന് മോൻ്റെ കല്യാണം കഴിഞ്ഞാൽ എന്നെ പറഞ്ഞയക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാ. ഇനിയിപ്പോൾ ഒരു 10-30 മാക്സി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചെണ്ണം ഞാൻ എടുത്തു, 5-10 ബാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്നിച്ച് തൂക്കി കൊണ്ടുപോകാൻ കഴിയില്ല. കാല് വയ്യാന്ന് പറഞ്ഞിട്ട് എത്ര ഇരിക്കുക? നമുക്കിരുന്ന് ആരെങ്കിലും കൊണ്ട് 10 രൂപ തരാനുണ്ടോ? അത് ശരിയാ, എനിക്ക് കാല് വയ്യ. ഞാൻ ഈ വെയിൽ കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നു. വെയിലത്ത് എത്ര ദൂരം നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇപ്പൊ ആരെങ്കിലും വാങ്ങണ്ടേ 3-4 എന്നാലേ എനിക്ക് വരാൻ പറ്റുള്ളൂ. പോയ പോലെ തന്നെ ഒരു പൈസ ഇല്ലാണ്ട് തിരിച്ചു വരാൻ പറ്റുമോ? ഇനി കുറച്ച് കടവും ഇതൊക്കെ കൊടുക്കണം. ഒരു കുറച്ച് പൈസ വരും, ബാക്കിയൊക്കെ അടവിനല്ലേ. ഇവിടെ 10-20 ഉണ്ട് മാക്സി. പിന്നെ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്, മീൻ ലേശം മുളകിട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഗുളിക ടേബിൾ വെച്ചിട്ടുണ്ട്, ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. മരുന്ന് കഴിക്കണേ, ഭക്ഷണം കഴിക്കും കേട്ടോ സമയത്തിന്. ഉച്ചക്ക് മുന്നേ വരാൻ നോക്ക്. ഈ മരുന്ന് കഴിക്കുന്നുണ്ട്, എനിക്ക് വരാനും പറ്റില്ല. എന്നാൽ ശരി, എന്നാൽ ഞാൻ വരാൻ നോക്കാം. പിന്നെ ഞാൻ വരട്ടെ, അവന് ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കണ്ടേ. കറക്റ്റ് ടൈമിന് മരുന്നും കഴിക്കണേ. പോയിട്ട് വരാം. എന്നാ ശരി. കുഞ്ഞിവിടെ കളിക്കുന്നുണ്ടോ? ഇപ്പൊ ആളുണ്ടല്ലോ. വാവേ, ഇതെന്താ ഒറ്റയ്ക്ക് ഇവിടെ കളിക്കുന്നത്? കുഞ്ഞു ദീപേ, ദീപേ. ഇതാരും വനജയിച്ചോ? കൊറേ ആയല്ലോ കണ്ടിട്ട്. കേറ്. ഇല്ല, കൊറേ ആയില്ലേ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. ഇന്ന് ആദ്യമായിട്ട് കച്ചവടത്തിന് ഇറങ്ങിയില്ല. കച്ചവടത്തിന് ഇറങ്ങാനോ? പഞ്ചേച്ചല്ലേ പറഞ്ഞു ഇനി കച്ചവടം ഒന്നും ചെയ്യുന്നില്ലാന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷെ സാഹചര്യം ഇപ്പൊ നാളെ എന്താ സംഭവിക്കണമെന്ന് നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഒന്നും ഇറങ്ങി കച്ചവടത്തിന് ഇരുന്നില്ല. മോന്റെ കല്യാണം കഴിഞ്ഞു പറഞ്ഞങ്ങാണ്ട് അങ്ങ് വെറുതെ വീട്ടിലിരുന്നാലോ? നമ്മളുടെ ഓരോ കാര്യങ്ങൾ നടക്കണ്ടേ. അന്നങ്ങ് വരില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാം കൂടി ആലോചിച്ച് നോക്കിയപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞതാ. അമ്മേ, കൊറേ ആയില്ലേ നടന്നിട്ട്. ഇന്ന് നടന്നപ്പോഴേ കാലും കൈക്കൊരു വേദനയും കടച്ചിലൊക്കെ പോലെ. ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കും, നമുക്കത് അറിയില്ല. ഇരുന്നിട്ട് പിന്നെ വരുമ്പോഴേ അത് വല്ലാത്തൊരു ശരീരത്തിന് പ്രശ്നമായി മാറുന്നു. കുറെ നേരമായി വഞ്ചേച്ചി ഇറങ്ങിയിട്ട്? കുറച്ച് നേരത്തെ ഇറങ്ങി. എന്താ പറയുക, വെയിലായി കഴിഞ്ഞാൽ നടക്കാൻ ബുദ്ധിമുട്ടാകുന്നു പറഞ്ഞിട്ടേ. അവിടെ ആരിനും കാണുന്നില്ലല്ലോ. ലക്ഷ്മിന്റെ അവിടെ, രാജേശ്വരിന്റെ അവിടെ ഒക്കെ കയറിയിട്ടാ ഞാൻ വന്നു. അവരൊക്കെ എവിടെ പോയതാണാവോ? ഇന്നിവിടെ ആരും ഇല്ല. നമ്മുടെ ഗിരീശേട്ടന്റെ മോനെ നിശ്ചയല്ലേ, എല്ലാവരും കൂടെ അങ്ങോട്ട് വരിക്കാം. ഇവിടുന്ന് പേട്ടനും പോയി. അയ്യോ, അത് ശരി, ഇന്നാണല്ലേ അത്. ഞാനത് അറിയില്ലായിരുന്നു കേട്ടാ. അങ്ങനെ വേറെ റൂട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു. ഇപ്പൊ വെറ്റില പറയുന്ന ഒരു ചേച്ചി വരുന്നുണ്ട് ഇവിടെ മാക്സ് വിൽക്കാൻ വേണ്ടിയിട്ട്. വെറ്റില പറയില്ലയോ? അയ്യോ, അതാരാണാവോ? എന്നിട്ട് ഇവിടെ നിങ്ങൾ എല്ലാവരും അവരോട് എടുക്കുക? ഇല്ല, ഞാൻ അവരോട് എടുത്തിട്ടില്ല. എനിക്ക് മാക്സ് വേണമെങ്കിൽ ഞാൻ ഏട്ടനോട് പറയും. ഏട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേ അവിടെ നിന്ന് എടുത്തിട്ട് വരും, ടൗണിൽ നിന്ന്. പിന്നെ വഞ്ചേച്ചി പോയ പിന്നെ എനിക്ക് അങ്ങനെ ഇവിടെ നിന്ന് എടുക്കാനും തോന്നിയിട്ടില്ല. പിന്നെ നമ്മുടെ അനിതേച്ചി, സുജാതേച്ചി, പിന്നെ അവിടുത്തെ സജിതയില്ലേ, അവരൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് ആ ചേച്ചിന്റെ കയ്യിൽ നിന്ന്. അയ്യോ മോളെ, ഞാൻ നിങ്ങളെ എല്ലാവരും പ്രതീക്ഷിച്ചാണ് ഈ വഴിക്ക് തുണിയും കൊണ്ട് എപ്പോഴും ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ എൻ്റെ കച്ചവടം പോയില്ലേ? ചേച്ചി പേടിക്കൊന്നും വേണ്ട. വർഷങ്ങളായിട്ട് എല്ലാവരും ചേച്ചിനോടല്ലേ എടുത്തോണ്ടിരുന്നത്. പിന്നെ നിർത്തി പോയപ്പോ ആ ചേച്ചി വരികയും ചെയ്തു. അങ്ങനെ തുടങ്ങിയതല്ലേ. ഇനി വഞ്ചേച്ചി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും വഞ്ചേച്ചിന്റെ കസ്റ്റമറായി മാറും. അത്ര തന്നെ. സത്യം പറഞ്ഞാൽ ഞാൻ കച്ചവടം നിർത്തണ്ടായിരുന്നു. നിർത്തിയതിപ്പോൾ ശരിക്കും ഞാൻ കുടുങ്ങിപ്പോയി മോളെ. ഇപ്പം ആഴ്ചക്കാഴ്ചക്ക് വരുമ്പോൾ നല്ലൊരു കച്ചവടവും കിട്ടും, പൈസ കുറേശ്ശെ പൈസയാണ് എനിക്ക് അവർ തരുകയും ചെയ്യും. നല്ലൊരു വരുമാനം വീടെത്തിക്കൊണ്ടിരുന്നതാ. ഇപ്പം എന്തായി, എല്ലാം പോയി. ഇനി പുതിയതായിട്ട് ഞാൻ കച്ചവടം തുടങ്ങേണ്ട അവസ്ഥ വന്നു എനിക്ക്. അല്ല, വനജേച്ചല്ലേ പറഞ്ഞേ മോന്റെ കല്യാണം കഴിഞ്ഞു, ഇനി കച്ചവടത്തിന് പോകേണ്ട കാര്യമൊന്നുമില്ല, അവൻ വിടുവൊന്നുമില്ലാന്ന്. പിന്നെ എന്തിനാ വരാൻ നിൽക്കുന്നത്? അത് മോളെ, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരുമോ? അതിനെന്താ, ഞാൻ എടുത്തു തരാം. ഇത് വഞ്ചേച്ചി വെള്ളം കുടി. നല്ല വെയില. അപ്പൊ എന്തോ ഒരു വെയിലാട്. മോനെ അറിഞ്ഞാൽ സമ്മതിക്കുമോ? അത് മോനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ അത് അറിയാണ്ടാണോ ഈ കച്ചവടത്തിന് ഇറങ്ങിയത്? മോനൊക്കെ അറിയും മോളെ. അവൻ തന്നെ പറഞ്ഞത്. പിന്നെ അച്ഛനും സുഖമില്ല, അവർ പണിക്കും പോകാൻ പറ്റുന്നില്ല. എന്നാ പിന്നെ അമ്മ ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ട, രണ്ടാൾക്കും കൂടി ചെലവിന് തരാനൊന്നും എന്നോട് കഴിയില്ല.
അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാ. എനിക്കിപ്പോൾ അതല്ല സങ്കടം. പണിയെടുക്കണതിന് പണിക്ക് വരുന്ന ഒരു വിഷമവും ഇല്ല. എൻ്റെ കച്ചവടം പോയല്ലോ എന്ന് പറഞ്ഞാണ് എനിക്ക് സങ്കടമായി പോയത്. എൻ്റെ പണിയെടുക്കുന്നതിന് എന്താ, പണിയെടുക്കുന്നതിന് സന്തോഷമുള്ളൂ. വഞ്ചേച്ചി വിഷമിക്കണ്ട, ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമുക്ക് പറയാം. അല്ല വഞ്ചേച്ചി, മോന്റെ കല്യാണം കഴിഞ്ഞ ശേഷേ അമ്മ മാക്സി കച്ചവടത്തിനൊന്നും പോണ്ട, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരിക്കുന്നല്ലേ. പിന്നെ എന്ത് പറ്റി? അന്ന് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞടോ. അത് ഞാനാണെങ്കിൽ വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ ഇവരുടെ അച്ഛനും സുഖമില്ല, ഒരു മാസമായി മൂപ്പര് കിടക്കുന്നു. അവനെ കിടപ്പല്ല, എന്നാലും പണിക്ക് പോകാനൊന്നും വയ്യ, എന്തോ തലചുറ്റിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പം ഞാനും പോകാതിരിക്കുമ്പോഴേക്കും അവൻ്റെ സ്വഭാവം പണ്ടത്തെ പോലെയൊന്നും അല്ല, ആൺപിള്ളേരല്ലേ. അപ്പം അങ്ങനെ ആർക്കും ചിലപ്പോൾ ചില മക്കൾ കല്യാണം കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം മാറി. ആദ്യമൊക്കെ 2 മാസമൊക്കെ ചിലവിനും കാര്യങ്ങളൊക്കെ തന്നു. പിന്നെ അച്ഛനും മരുന്ന് വാങ്ങാനും പൈസ തരുന്നില്ല, എനിക്ക് എന്തെങ്കിലും വീട്ടിലെ സാധനങ്ങൾ വാങ്ങാനും പൈസ തരുന്നില്ല. ഇനിയിപ്പോൾ എന്നെ കൊണ്ടൊന്നും ആവില്ല നിങ്ങൾക്ക് ചിലവിനും തരാൻ, നമ്മുടെ പഴയ പണിക്ക് തന്നെ പോയിക്കോളെന്നാണ് പറഞ്ഞത്. വല്ലാത്തൊരു ചതിയാണ് മോളെ അവൻ ഞങ്ങളോട് ചെയ്തത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മളൊക്കെ മക്കളെ ആശ്രയിച്ചല്ലേ ഇരിക്കുന്നത്. അവരെന്നെ ഞങ്ങൾക്ക് നോക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ. ഇപ്പം എനിക്ക് ആരോഗ്യമുള്ളത് കൊണ്ട് ശരി, കുറച്ച് തുണി എടുത്തിങ്ങനെ ഇറങ്ങി, അല്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? എന്നാലും വല്ലാത്ത പണിയാ വഞ്ചേച്ചി അവൻ ചെയ്തത്. ഇതാണ് മനസ്സിലിരിപ്പെങ്കിൽ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? കല്യാണം കഴിഞ്ഞു, എൻ്റെ ഭാര്യയ്ക്കും വീട്ടുകാർക്കൊക്കെ നാണക്കേടാണ് അമ്മ ഇങ്ങനെ മാക്സിമം കൊണ്ട് അലയണമെന്ന് പറഞ്ഞിട്ടല്ലേ. എന്നാൽ ഇങ്ങനെയുണ്ടോ മക്കള്? എന്ത് ചെയ്യാനാ മോളെ, ഓരോ മക്കൾ ഓരോ വിധം. അവർക്കൊക്കെ അച്ഛനും അമ്മയും ഭാരമായി തോന്നിയാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അവന് നല്ല ജോലി ഉണ്ടല്ലോ വനജേച്ചി, എന്നിട്ട് അച്ഛനും അമ്മേന്റെയും ചിലവ് അവന് ഇത്ര ബുദ്ധിമുട്ടാണോ എടുക്കാൻ വേണ്ടിയിട്ട്? നല്ല ശമ്പളമുണ്ട്. ഇപ്പം പ്രമോഷൻ കിട്ടി മോളെ, 4 മാസമായി അവന്. പുതിയ കാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ശമ്പളം കൂടിയപ്പോൾ അച്ഛനും അമ്മയും തീരെ വേണ്ടാണ്ടായി. അവൻ പറയണത് അവൻ്റെ ഭാര്യൻ്റെ ഭാഗ്യം കൊണ്ടാണ് അവന് പ്രമോഷൻ ആയിരിക്കുന്നത്. നാളെ ഇത് കൊടുക്കാം. രാവിലെ വീട്ടിലെ പണിയും കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഒന്നും തിരഞ്ഞാൽ കാണില്ല. അമ്മ ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ല? സമയം ഒരുപാടായല്ലോ. ഇല്ല മോനെ, ഉറങ്ങിയില്ല. നാളെ കച്ചവടത്തിന് പോകേണ്ട ഡ്രസ്സെല്ലാം ബാഗിലാക്കി കറക്റ്റാക്കി വെച്ചതാ. പിന്നെ സാരി രാവിലെ കൊടുത്തിട്ട് വേണ്ടതൊക്കെ എടുത്ത് മടക്കി വെച്ചതാ. രാവിലെ തിരഞ്ഞ ഒന്നും കാണില്ലേ. അപ്പൊ അമ്മേന്റെ പ്ലാൻ എന്താണ്? ജീവിതകാലം മുഴുവൻ ഇങ്ങനെ മാക്സി കച്ചവടം കൊണ്ട് നടക്കാനാ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ മോനെ, ഇത് വർഷങ്ങളായിട്ട് ചെയ്യുന്ന കച്ചവടമല്ലേ. പിന്നെ വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ മുഴുവൻ ഇതും കൊണ്ടല്ലേ നമുക്ക് നടക്കുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അമ്മ ഇനി മാക്സി കച്ചവടം കൊണ്ട് നടക്കാൻ നിൽക്കണ്ട, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ ഇവിടെ നിൽക്ക്. നീ എന്താ മോനെ ഈ പറയുന്നത്? മാക്സ് കച്ചവടം നിർത്താനോ? അതും കൊണ്ടല്ലേ നമ്മുടെ കുടുംബം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നതും. പിന്നെ അച്ഛനും സുഖമില്ല, എനിക്ക് ആ ഒരു ആശ്രയം ഇതല്ലേ. അതിന് പെട്ടെന്ന് നിർത്തിയാലോ? അമ്മ ഇതുവരെ ഉള്ളതുപോലെയല്ല അങ്ങോട്ട്. എന്റെ കല്യാണം കഴിഞ്ഞു, അമ്മ ഇങ്ങനെ മാക്സിം തൂക്കി പിടിച്ച് ഓരോ വീട് കയറി ഇറങ്ങി ഇത് വിറ്റോണ്ട് നടന്നിട്ടുണ്ടെങ്കിലും എനിക്ക് എന്റെ ഭാര്യയും പുറത്തിറങ്ങി നടക്കണ്ടേ? ഞങ്ങൾക്ക് നാണക്കേടല്ലേ അത്? എന്റെ ഭാര്യ വീട്ടുകാർ എന്നെ കുറിച്ച് എന്താ വിചാരിക്കുക? മോൻ ഇത്രയും വലിയ ജോലി, ഇതിന് അമ്മേനെ ഇങ്ങനെ ദിവസം പണിക്ക് അയക്കുന്നു. അല്ല മോനെ, ഇതിപ്പോ അങ്ങനെ നാണക്കേട് വിചാരിക്കേണ്ട കാര്യം എന്താ? ഇതൊരു ജോലിയല്ലേ. പിന്നെ എൻ്റെ ഓരോ കാര്യങ്ങൾക്ക് നിന്നെ വന്ന് ബുദ്ധിമുട്ടിക്കണ്ടടാ. അതെന്താ? അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ഒന്ന് ചോദിക്കാൻ പറ്റില്ല? അമ്മേന്റെ ഇമാതിരി ചിന്താഗതി ഇല്ലേ, അത് ഫസ്റ്റ് മാറ്റാൻ പഠിക്കും. അച്ഛന്റെ അമ്മേന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം. അമ്മ ഇനി തൊട്ട് ഇതിന് പോകാൻ നിൽക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ നിർത്തല്ല മോനെ, എനിക്ക് വയ്യാനും ശരിക്കും. ഞാൻ നിൻ്റെ അടുത്ത് പറയാണ്ടായി. തുണികൾ ഇങ്ങനെ തൂക്കിയിട്ട് നടുവേദനയും കാലുവേദനയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നാളെ ഒരു ദിവസം പോകട്ടെ, ഇതെല്ലാവരോടും പറഞ്ഞിട്ട് വരാം ഇനി ഞാൻ വരുന്നില്ല എന്നുള്ളത്. പറയാണ്ട് പെട്ടെന്ന് പോകാതിരുന്നല്ലേ മോശമല്ലേ. എന്നാ പിന്നെ അമ്മ നാളെയും കൂടെ പോയിട്ടോ. എന്നാൽ പിന്നെ നിർത്താം, അതാ നല്ലത്. ഇനിയിപ്പോൾ ആകുന്നില്ല തുണി നോക്കിക്കൊണ്ട് പോകാനൊന്നും. ചെറിയ ചെറിയ പൈസകൾ എല്ലാവരും തരാനുണ്ട്, അതവർ തരിക, തരാതിരിക്കുക, എന്തെങ്കിലും ആവട്ടെ. മോനെ പോയിട്ടേ കുറച്ച് പച്ചക്കറിയും മീനൊക്കെ വാങ്ങും. മീനില്ലാണ്ട് അച്ഛൻ ഒരു വായി ചോറ് കഴിക്കില്ല. അതൊക്കെ തീർന്നു എത്രയും പെട്ടെന്ന്? അതൊക്കെ തീർന്നിട്ട് എത്ര ദിവസമായി. പിന്നെ മോൻ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ സ്റ്റോറിൽ പോയിട്ട് എല്ലാ സാധനങ്ങളും മേടിച്ചോ? എല്ലാം കഴിഞ്ഞിരിക്കുന്നു. എന്താ ഈ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് എല്ലാ സാധനങ്ങളും തീർത്തോ? ഞങ്ങൾ രണ്ടുപേരും ഒരാഴ്ച വിടില്ലായിരുന്നു. പോകുന്ന സമയത്ത് ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ. ഇത് തിരിച്ചു വരുമ്പോൾ ഒന്നുമില്ലാന്ന്. ഇവിടെ എന്താ വല്ല പാർട്ടി നടത്തുന്നുണ്ടായിരുന്നോ? നീ എന്താടാ മോനെ ഇങ്ങനെ പറയുന്നത്? കഴിഞ്ഞ മാസത്തിന് എല്ലാ സാധനങ്ങളും എഴുതിയിട്ട് നിന്റെ ലിസ്റ്റ് വന്നതല്ലേ. അപ്പൊ എന്താ ചെയ്തത്? ഇത്രയും സാധനങ്ങളൊന്നും വേണ്ട, ഞങ്ങളിവിടെ ഉണ്ടാകില്ല, അവർ എല്ലാം വെട്ടിക്കുറച്ചു. ഇത് കുറച്ച് വാങ്ങിയിട്ട് വന്നു. അത് 2 ആഴ്ച കൊണ്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഇനി ഞങ്ങൾ വേറെ എവിടേക്കോ പോകുകയാണ്, വന്നിട്ടെല്ലാം വാങ്ങിച്ചു തരാമെന്ന്. അപ്പൊ നീ വന്നപ്പോൾ പറയുമ്പോൾ എങ്ങനെയാണോ പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദൂരത്ത് കൂടുതലാ. എല്ലാ സാധനങ്ങളും വാങ്ങാൻ പറ്റുമൊന്നുമില്ല.
ഞാൻ വേണമെങ്കിൽ കുറച്ച് ഉള്ളിയും തക്കാളിയും കിഴങ്ങൊക്കെ വാങ്ങിട്ട് വരാം. തൽക്കാലം 2 ആഴ്ചത്തെ അതുകൊണ്ട് ഓടിക്കാൻ നോക്ക്. മീനും ചിക്കനൊന്നും തൽക്കാലം വാങ്ങാൻ പറ്റില്ല. പിന്നെ പലചരക്ക് സാധനങ്ങളല്ലേ, അതിന് അമ്മ ലിസ്റ്റ് തരാൻ നിൽക്കണ്ട. ഞാൻ നോക്കി വാങ്ങിക്കോളാം എന്തൊക്കെ വേണമെന്നുള്ളത്. അമ്മ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വേസ്റ്റ് ആക്കാൻ മാത്രമേ നേരം കണ്ടുള്ളൂ. എന്തമ്മ ഇത് ഓൺ ചെയ്ത് വെച്ചൂടെ? ഇതിൽ വെള്ളമൊന്നും ഇല്ലല്ലോ. ആ മോനെ അത് 2 ദിവസമായിട്ട് എന്താണെന്നറിയില്ല, വെള്ളം വരുന്നില്ല. അപ്പൊ ഇതൊന്നും നശിപ്പിച്ചു. അമ്മയ്ക്ക് ഇതൊന്നും ഉപയോഗിക്കാനാവില്ല, പിന്നെ ഇത് തൊടേണ്ട കാര്യമുണ്ടോ? എടാ അതിൽ ചളി എന്തോ അടഞ്ഞിട്ടാണ് തോന്നുന്നു മോനെ വെള്ളം വരാക. ഒന്ന് അഴിച്ചു നോക്കണതിന്. പിന്നെ അച്ഛന് മരുന്ന് വാങ്ങാൻ പൈസ മോനെ 2-3 ദിവസം കൊണ്ട് തീരെ വയ്യ. ഇതെന്തമ്മേ? അച്ഛൻ ചോറിന് പകരം മരുന്നാണോ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്നത്? എപ്പോ വന്നിട്ടുണ്ടെങ്കിലും മരുന്നിന് പൈസ. ആ ടേബിളിൽ 50 രൂപ വെച്ചിട്ടുണ്ട്, അത് നിർത്തോ, അതുകൊണ്ട് വാങ്ങിയാൽ മതി. 50 രൂപയ്ക്ക് എന്ത് മരുന്നാടാ കിട്ടുന്നത്? 500 രൂപയെങ്കിലും വേണം 15 ദിവസത്തിനുള്ള മരുന്നിന്. വെറുതെ 50 രൂപ കൊണ്ട് ആരെങ്കിലും പിള്ളേരുണ്ടോ സൈക്കിളും കൊണ്ട് പറഞ്ഞേക്കെ? ഞാൻ തന്നെ മെനക്കെട്ട് പോകണ്ടേ? നീ ആഴ്ച വാങ്ങിയിട്ടും വരില്ല. അതിന് പൈസ വേണ്ട കയ്യില്. അമ്മ എന്ത് വിചാരിച്ചേ? ഞാനിങ്ങനെ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ നിങ്ങൾക്ക് മരുന്ന് വാങ്ങാനും ഭക്ഷണത്തിനായിട്ട് ചെലവാക്കണമെന്ന? എനിക്ക് എന്റേതായ കാര്യങ്ങളില്ലേ, എനിക്കിനി നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കാൻ പൈസ ഇല്ല. പിന്നെ അടുത്ത ആഴ്ച മുതൽ ഞാനും അവളും കൂടെ കമ്പനി ഫ്ലാറ്റിലേക്ക് മാറാൻ പോകണം. ഇവിടെ നിന്ന് ഭയങ്കര ചെലവാണ്. വരലും പോക്കും ഡീസലും, പിന്നെ വീട്ടിൽ ചെലവ്, മരുന്ന്. അത് ശരിയാവില്ല. ഇനിയിപ്പം മരുന്നിന് ഞാൻ 200 രൂപയും കൂടെ തരാം. അതിൽ കൂടുതൽ എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഇപ്രാവശ്യം ഇനി അങ്ങോട്ട് 1 രൂപ പോലും പ്രതീക്ഷിക്കേണ്ട, മരുന്നിനാണെങ്കിലും എന്തിനാണെങ്കിലും. പിന്നെ ഇത്രയും കാലം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാനും അതൊക്കെ ചെയ്തിട്ട് അമ്മ ഓരോ ചെയ്തിട്ടുണ്ട്, അതിന്റെ കൂലി കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ അമ്മേൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ടാവില്ല. നീ ഫ്ലാറ്റിലേക്ക് മാറേ? അപ്പൊ ഞങ്ങളടാ? നിങ്ങളിവിടെ നിൽക്ക്. രണ്ടുപേർക്കും നല്ല ആരോഗ്യം ഉണ്ടല്ലോ, എപ്പോഴും പല പണിയെടുത്തിട്ട് ജീവിക്കാൻ പഠിക്കേ. അല്ലാണ്ട് എപ്പോഴും എൻ്റെ പുറകിന് പൈസ എന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇത്രയും കാലം ഞങ്ങൾക്ക് വെച്ച് വിളമ്പി തന്നുള്ള കൂലി ഞാൻ കറക്റ്റായിട്ട് അമ്മേൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ വാങ്ങിയിട്ടുള്ളൂ എൻ്റെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് 5 പൈസ എൻ്റെ നമ്മൾ പ്രതീക്ഷിക്കണം. കൂലിയോ? അപ്പൊ ഇത്രയും കാലം നിന്റെ പണിക്കാരിയായിരുന്നു ഞാന്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് ആരുടെ ഔദാര്യം വേണ്ട. പിന്നെ ഇനി അങ്ങോട്ട് നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും അമ്മ പ്രതീക്ഷിക്കണം. നടക്കുന്ന കാര്യമൊന്നുമല്ല. ഞാൻ പോകട്ടെ മോളെ. എന്നാ നീ ആരെങ്കിലും ഡ്രസ്സ് വേണമെങ്കിൽ എൻ്റെ നമ്പറൊന്ന് കൊടുക്കണേ മോളെ. ഞാൻ മാക്സി വേണമെങ്കിൽ ചുരിദാർ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം, ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. ചേച്ചി വിഷമിക്കണ്ട. ചേച്ചിന്റെ ഫോൺ നമ്പർ ഞാനിവിടെ എല്ലാവർക്കും കൊടുക്കാം. അവർ വന്നിട്ടുണ്ടെങ്കിൽ വിളിച്ചോളും. എന്താ വേണ്ട വെച്ചാൽ പറഞ്ഞ ചേച്ചിക്ക് കൊണ്ടുവരാമല്ലോ. പിന്നെ എനിക്ക് കുറച്ച് മാക്സി വേണമായിരുന്നു, ഞാൻ നോക്കട്ടെ. അതിനെന്താ മോളെ, നോക്കിക്കോ. നോക്കട്ടെ. നന്നായിണ്ടല്ലോ. ഇത് നന്നായിണ്ട്. ഇപ്രാവശ്യം എല്ലാം നല്ലതാ ചേച്ചി കൊണ്ടുവന്നത്. നന്നായി വെറൈറ്റി കൊണ്ടുവരാൻ പറഞ്ഞു അവരോട്, ഷോപ്പുകാരോട്. നോക്കട്ടെ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇഷ്ടപ്പെട്ടോ? 2-3 കൂടി വേണമായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഇതും ഞാൻ എടുക്കാം. അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ ആയിക്കോട്ടെ. മോൾക്ക് ഇത്രയും മാക്സി എന്തിനാ? അത് കുഴപ്പമില്ല, എനിക്ക് ആവശ്യമുണ്ട്. എൻ്റെ ഒന്നുമില്ല. നല്ല 1, 2, 3, 4, 5, 6. എത്ര ഇതിന്? എത്ര? 280? 250 ആണ്. ആയിക്കോട്ടെ, ഞാൻ ഇതിന്റെ പൈസ ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ഒരു സെക്കൻഡ്. ചേച്ചി പൈസ 1500 രൂപയാണ്. ഇനി അടുത്ത പ്രാവശ്യം മാക്സ് എടുക്കുമ്പോഴേ അതിൽ മുഴുവനും തരണമെന്നില്ല മോളെ. 500 തന്നിട്ട് ബാക്കി കുറേ തന്നു. അയ്യോ, അതൊന്നും വേണ്ട, എനിക്ക് ഇനിയും വേണം ചുരിദാർ. ചേച്ചി എന്തിനാ കരഞ്ഞോണ്ടിരിക്കുന്നത്? അല്ലടോ, കരച്ചത് ഓരോന്ന് ഓർക്കുമ്പോ ചേച്ചി ഇനി കണ്ണീരൊക്കെ തുടക്കി. കരയുന്നവർക്ക് കരയാൻ മാത്രമേ സമയം ഉള്ളൂ. മക്കളില്ലാത്തവര് ജീവിക്കുന്നില്ലേ? പിന്നെയാ? അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് നല്ലത്. അവനവനാകുന്നവരെ അധ്വാനിച്ച് ജീവിക്കാം. ഒരാളെ മുമ്പിൽ ഇങ്ങനെ കൈ നീട്ടണ്ടല്ലോ. ആരെയും പേടിക്കണ്ടല്ലോ ചേച്ചി. അഭിമാനത്തോടെയല്ലേ ജീവിക്കുന്നത്. മോളെ ഞാൻ ഇറങ്ങട്ടെ. ഇനിയിപ്പില്ലെങ്കിൽ 2-3 നല്ല ഉള്ളൂ. എന്റെ അച്ഛന് സുഖമില്ല. മരുന്നൊക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് വന്നതാ ഞാൻ.
ശരി. ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും. ചേച്ചി വിഷമിക്കൊന്നും വേണ്ട. എനിക്കൊരു 4-5 ചുരിദാർ കൊണ്ടുവരണേ അടുത്ത ആഴ്ച. കൊണ്ടുവരാം മോളെ. മോള് ഏതാ കളർ വേണമെന്ന് വിളിച്ച് പറഞ്ഞാൽ മതിയേ. ശരി, ഞാൻ ഇറങ്ങട്ടെ. കുറച്ച് വെയിൽ പോയി തോന്നുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ആകുമ്പോഴേക്കും അവിടെ എത്താതെ പറഞ്ഞതാണ് മൂപ്പര്. എന്നാ ശരി മോളെ, അവരോടൊക്കെ പറയാനൊന്ന്. ഞാൻ പറയാം. എന്നാ ശരിയാ മോളെ. മോളെ വിശ്വസിച്ച മോളെ ഞാൻ തൊഴിൽ വിട്ടത്. പക്ഷെ വയസ്സാം കാലത്ത് അച്ഛനും അമ്മയും അവർക്കൊരു ബാധ്യതയാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി. എന്നാ ശരി മോളെ.